തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പോ? കേട്ടവർ മുഖത്ത് വിരൽ വെച്ച ആക്ഷേപം എന്തായാലും ആന്ധ്രാപ്രദേശിൽ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടർന്നിരിക്കുകയാണ്. തെലുങ്ക് ദേശവും YSR കോൺഗ്രസും തമ്മിലാണ് വടംവലി. YSR കോൺഗ്രസ് ഭരണകാലത്ത് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പെരുമയെയും പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന ആക്ഷേപത്തിന് തിരികൊളുത്തിയത് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുവാണ്. ആക്ഷേപിച്ചാൽ പോരാ, തെളിവ് കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളി. ആക്ഷേപങ്ങൾ അവിടെ നിൽക്കട്ടെ, തിരുപ്പതി ലഡുവിന്റെ പെരുമ വാനോളം ഉയർന്നത് എങ്ങനെയെന്ന് അന്വേഷിച്ചറിയാം. 300 വർഷത്തിലേറെ പഴക്കമുണ്ട് തിരുപ്പതി ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ലഡുവിന്. 1715 മുതലാണ് ലഡു ഭഗവാന് നിവേദിക്കാനും പ്രസാദമായി നൽകാനും തുടങ്ങിയത്. പോട്ടു എന്ന പ്രത്യേക അടുക്കളയിൽ പാചകം ചെയ്യുന്ന പ്രസാദം നിർമ്മിക്കുന്നതും നൂറ്റാണ്ടുകളായി ഒരു പ്രത്യേക വിഭാഗമാണ്. പാചകം ചെയ്യുന്നവർ തല മൊട്ടിയടിക്കുകയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യണം. ഓരോ തവണയും ലഡു ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ലഡു ഭഗവാന് സമർപ്പിക്കുന്നു. ഇത് ബാക്കിയുള്ള ലഡുവുമായി കൂട്ടിയോജിപ്പിച്ചാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ സന്ദർശനത്തിനെത്തുന്നവർക്ക് ഒരു ലഡു സൗജന്യമാണ്. വലിയ അളവിൽ വാങ്ങാനായി ഒരു ലഡുവിന് 50 രൂപ എന്ന നിലയിൽ കൗണ്ടറുകളുമുണ്ട്. ശുദ്ധവും നറുമണവും ഉയർന്ന ഗുണമേന്മയുള്ള നെയ്യാണ് ലഡുവിന്റെ ചേരുവകളിൽ പ്രധാനപ്പെട്ടത്. എല്ലാ ദിവസവും കുറഞ്ഞത് 400 മുതൽ 500 കിലോ നെയ്യ്, 750 കിലോ കശുവണ്ടി, 500 കിലോ ഉണക്കമുന്തിരി, 200 കിലോ ഏലക്ക എന്നിവയാണ് ലഡു തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനായി പ്രതിവർഷം 5 ലക്ഷം കിലോ നെയ്യാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം വാങ്ങാറുള്ളത്. ലേലത്തിലൂടെയാണ് നെയ്യിന്റെ വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നത്. വിതരണക്കാരുടെ നെയ്യിന്റെ ഗുണനിലവാരവും നിർമ്മിക്കുന്ന ഫാക്ടറിയും പരിസരവും പരിശോധിച്ച് ശുചിത്വം ഉറപ്പാക്കിയാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. നെയ്യിലെ ഈർപ്പത്തിന്റെ അംശം, ഗന്ധം, അടങ്ങിയിരിക്കുന്ന ഫ്രീ ഫാറ്റി ആസിഡുകൾ, മിനറൽ ഓയിലുകൾ, നിറങ്ങൾ, ദ്രവണാംഗം എന്നിവയുൾപ്പെടെ ഒട്ടേറെ മാനദണ്ഡങ്ങൾ ഗുണനിലവാര പരിശോധനയിലുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൽ പരാജയപ്പെട്ടാൽ ആ നെയ്യ് നിരസിക്കപ്പെടും. കർണാടക മിൽക്ക് ഫെഡറേഷൻ വിപണനം ചെയ്യുന്ന കർണാടകയിലെ പ്രശസ്തമായ നന്ദിനി നെയ്യ് നിർത്തലാക്കിയതിനെ ചൊല്ലി കഴിഞ്ഞ വർഷം രാഷ്ട്രീയ വിവാദമുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ അടുക്കളയിലേക്ക് നെയ്യ് വിതരണം ചെയ്യുന്ന ഒട്ടേറെ കമ്പനികളിൽ ഒന്നാണ് KMF. അമൂലും ഒരു പ്രധാന വിതരണക്കാരാണ്. അടുക്കളയിൽ കർശനമായ ഗുണനിലവാരം ഉറപ്പാക്കാൻ അത്യാധുനിക ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി തന്നെയുണ്ട്. ഓരോ ബാച്ചിൽ നിന്നും ഒരു ലഡുവിന്റെ ഗുണനിലവാര പരിശോധന നിർബന്ധമായും നടത്തുന്നുണ്ട്. ഓരോ ലഡുവിലും കൃത്യമായ അളവിൽ കശുവണ്ടി, പഞ്ചസാര, ഏലം എന്നിവ ഉണ്ടായിരിക്കണം. ലഡുവിന്റെ ഭാരം 175 ഗ്രാം ആയിരിക്കണം. ലാബിൽ ഗുണനിലവാരം കർശനമായി പരിശോധിച്ച ശേഷമേ എല്ലാ ചേരുവകളും അടുക്കളയിലേക്ക് എത്തുകയുള്ളൂ. ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലേക്കും ലഡു സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ച് ഗുണമേന്മ ഉറപ്പുവരുത്താറുണ്ട്. ഹൈദരാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിവന്റീവ് മെഡിസിന്റെയും മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ശുചിത്വം ഉറപ്പാക്കുന്നത്. ലഡു നിർമ്മാണത്തിൽ വിദഗ്ധരായ 600 പ്രത്യേക പാചകക്കാരാണ് 2 ഷിഫ്റ്റുകളായി ലഡു തയ്യാറാക്കുന്നത്. ദിവസേന ശരാശരി 3.5 ലക്ഷം ലഡു ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. പ്രത്യേക ദിവസങ്ങളിലും ഉത്സവങ്ങളിലും 4 ലക്ഷം വരെ ലഡു തയ്യാറാക്കും. ഏകദേശം 2 നൂറ്റാണ്ടോളം വിറകടുപ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. 2-3 ദശകങ്ങളിലായി LPGയും ഉപയോഗിക്കുന്നുണ്ട്. പൂർണ്ണമായും ആധുനിക അടുക്കളയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പാചകക്കാരും കർശനമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. അടുക്കളയിലടക്കം CCTVകളും സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.